ഹലോ ഗായ്സ്, ഞാൻ സോഫ്റ്റി. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു പുതിയൊരു വീഡിയോ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഒരു മൈൻക്രാഫ്റ്റ് ഒരു ബെഡ് റോക്കിലൊരു ബ്രീഡർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെയാണ് അതുകൊണ്ട് എൻ്റെ ബാക്ക് സ്ക്രീനിൽ നിൽക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ സ്ഥലത്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാധനം. അപ്പോൾ ഇത് ടഫല്ല, കുറച്ച് നല്ല സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. കുറച്ച് സാധനങ്ങൾ കാണാമെന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ കണ്ട് നമ്മുടെ ഈ ഇൻവെൻട്രിയിൽ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എൻ്റെ ആർമറൊക്കെ പോയി ചത്ത്, പിന്നെ അങ്ങനെ സാധനങ്ങളൊക്കെ അടിച്ചു പോയി, അങ്ങനെ ഒരുപാട് പറ്റി സാധനം. പക്ഷേ ഗൈസ് നമ്മുടെ ഇപ്പോൾ 50 അയൺ ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ വേറെ കാര്യങ്ങൾ യൂസ് ചെയ്യാനാണ്. പറ്റുമെങ്കിൽ ഞാൻ എന്താണ് ഇപ്പം കണ്ടാൽ മനസ്സിലാവും. ഈ സാധനം കണ്ടോ ഗൈസ്, ഇത് നമ്മൾ പുതിയ അപ്ഡേറ്റ് തന്നെയാണ്. എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചേക്കുകയാണ്. ഇത് നമ്മൾ രാത്രി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്നൊരു വൈറ്റ് പാർട്ടിക്കിൾസ് ഇങ്ങനെ പോകും. നല്ല രസമായിട്ട് കാണാൻ, സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഈ പണം എങ്ങനെ അത് ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഞാൻ ബിൽഡിംഗ് ബ്ലോക്കായിട്ട് ഉപയോഗിക്കുന്നത് ഗ്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഗ്ലാസ്സാണ് ഉപയോഗിക്കുന്നത്. കാരണം കുറച്ചുകൂടെ രസമല്ലേ ഗ്ലാസ് വെക്കുമ്പോൾ നമുക്ക് എല്ലാം കാണാൻ പറ്റുമല്ലോ. നിങ്ങൾക്കും ഗ്ലാസ് വെച്ചാൽ നൈസായിരിക്കും, അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലോക്ക് വെക്കാം. പക്ഷേ ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്താൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഗൈസ്, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്കായിട്ടൊരു ബ്ലോക്ക്, നമുക്ക് ഇവിടെ തന്നെയാണെന്നില്ല, ഇവിടെ ആയിട്ട് ഈ ബ്ലോക്ക് നമ്മൾ പൊട്ടിച്ചിട്ട് അതിനകത്തൊരു സ്ലാബ്, ജസ്റ്റ് ഒരു സ്ലാബ് വെച്ച് കൊടുക്കുക. എന്നിട്ടാണ് അത് വാട്ടർ ലോഗ് ചെയ്യുക. ഓക്കെ, വാട്ടർ ലോഗ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ചുറ്റും 1 2 അങ്ങനെ കഴിച്ചാണ്ട് ഇങ്ങനെ ഇത് സെറ്റാക്കി വെക്കണം. ഇതിനകത്തിരുന്ന് അറിയാതെ പോലും ചാടിക്കളയരുത്, ചാടി ഇതെല്ലാം വൃത്തിയിടാവും. ഇതുകൊണ്ട് നമ്മുടെ ഇപ്പോഴേ പൊട്ടാറായി, കുറച്ച് നേരം യൂസ് ചെയ്യണം, അതിന് മുമ്പ് പൊട്ടാറായി. അപ്പോൾ ഇനി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും ഇതിൻ്റെ ലാസ്റ്റായിട്ടുള്ള ഈ ബ്ലോക്കില്ലേ, അവിടെ നമുക്ക് ഇഷ്ടമുള്ള ബിൽഡിംഗ് ബ്ലോക്സ് ഇങ്ങനെ 2 1 2 ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഫുള്ളും ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്തിട്ട് 3 ബ്ലോക്ക് ഇടവേറ്റി ഇങ്ങനെ ചെയ്ത് ഇത്രയും ചെയ്തിട്ട് ഇതിങ്ങനെ കൊണ്ടുപോകണം. ഓക്കെ, ഈ ബ്ലോക്ക് ഇത് തീരുന്നോളം വരെ കൊണ്ടുപോകണം. നമുക്ക് ഒരു ബ്ലോക്ക് കൂടെ താഴോട്ട് ഒഴിക്കാം, അത് പറഞ്ഞുതരാം. ഓക്കെ, ഇങ്ങനെ 3 ബ്ലോക്ക് താഴോട്ടായിട്ട് ഇങ്ങനെ പൊടിക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ സംഭവം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടായിട്ട് നമ്മൾ ഇങ്ങനെ എൻട്രൻസ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ചെന്നങ്ങ് വീണോളൂ, നമ്മുടെ വില്ലേജ് ഇങ്ങനെ അങ്ങ് വീണോളൂ. അവിടെ ഇങ്ങനെ ഗ്ലാസ് വെച്ചേക്കാൻ കാരണം നമുക്കപ്പോൾ കാണാനും പറ്റും. ഗൈസ്, ഈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെച്ച എല്ലാ ബ്ലോക്കും അങ്ങനെ ആക്കിയപ്പോൾ ഈ 3 ബ്ലോക്കും അങ്ങനെ ആക്കണ്ട. ഓക്കെ, ഈ 3 ബ്ലോക്കും അങ്ങനെ ആക്കണ്ട. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെച്ചേക്കുന്ന ഗ്ലാസ്സിൻ്റെ മുകളിൽ എല്ലായിടത്തും നിന്നാണ്ട് ഇങ്ങനെ ഈ സ്ലാബ് ഇങ്ങനെ വെച്ചു. എന്തോ ആണെങ്കിൽ കഷ്ടപ്പാടാണ് കുറച്ച് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് താണ്ടെ നമ്മളിവിടെ 3 ഈ ട്രാപ്പ് ഡോറും കൂടി ഇവിടെ ഫിറ്റ് ചെയ്യണം. ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ കാരണം ഇവിടെ മറ്റേ വില്ലേജസ് വന്ന് വീഴാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വന്ന് ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നേരെ വന്ന് ഇവിടെ വന്ന് വീണോളൂ. നമുക്ക് ഇനി എൻ്റെ പടച്ചോ. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഗൈസ്, ഞാൻ വെച്ചേക്കുന്നത് പോലെ നിങ്ങൾ ട്രാപ്പ് ഡോർ വെച്ചേക്കണം കേട്ടോ. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. 1 മിനിറ്റ്
ഈ ട്രാപ്പ് ഡോർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ വില്ലേജസിനെ തടയാനാണ്, ചെറിയ വില്ലേജസിന് പോകാനും വലിയ വില്ലേജസിനെ തടയാനും. ഓക്കെ, അതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കമ്പോസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്കായിട്ട് വെച്ചു കൊടുക്കുക. ഓക്കെ, അവർ പണിയെടുക്കുന്ന റൗഡി. അപ്പോൾ നമ്മളിനി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെഡെല്ലാം, അപ്പോൾ ഞാൻ 5ഓളം ബെഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഗൈസ് നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 5-6 ബെഡോളം ഞാൻ വെച്ചു. പിന്നെ ഗൈസ് ഞാൻ ആദ്യം ഈ കമ്പോസ്റ്ററും ബെഡൊന്നും വെച്ചപ്പോൾ ഇവന്മാർ പണി എടുത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ആ വില്ലേജുമായിട്ട് കുറച്ച് നിയർ ആയതുകൊണ്ട്, അടുത്തായതുകൊണ്ട് അവരവിടുത്തെ പണിയാണ് എടുത്തത്. അപ്പോൾ എനിക്ക് കുറച്ച് പണിയായി. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഉള്ള പണിയെടുക്കുന്ന സാധനങ്ങൾ മൊത്തം ഞാൻ പൊട്ടിച്ചു. പിന്നെ അവിടുത്തെ എല്ലാം ഞാൻ എടുത്തു. അപ്പോൾ അപ്പോഴാണ് ഇവന്മാർ ഇതായത്. ഓക്കെ, റീഡ് ആവുന്നില്ലല്ലേ? പ്രീഡാവടാ ബ്ലഡി ഫൂൾസ് യു. എല്ലാണോ പണിയെടുക്കുന്നത്? ഞാൻ കാണിച്ചു തരാം 2 ബ്രീഡായ ബ്ലഡി ഫൂൾസിനെ. എന്ത് ചെയ്ത് വെയിറ്റ്, കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഒരു ട്രാപ്പ് ഡോർ വെച്ചിട്ടുണ്ട് എനിക്ക് കാണാൻ വേണ്ടി. വെയിറ്റ്, അയ്യോ സോറി ഗൈസ്, അബദ്ധം പറ്റി. ആണ്ടേ രണ്ടവന്മാർ ബ്രീതായി. കണ്ട, 2 അവന്മാർ ബ്രീതായി. യെസ്, ഫൈനലി എനിക്കങ്ങനെ 2 വില്ലേജിനെ കിട്ടി. എനിക്ക് ഞാൻ ബ്രീഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അയൺ ഫാമൊക്കെ പണിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്രീഡർ സെറ്റപ്പ് ഉണ്ടാക്കിയത്. പിന്നെ വേറെ സംഭവം ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് ഫെൻസ് ഉണ്ടാക്കിയിട്ട് താണ്ടെ ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം വേറൊന്നുമല്ല, ഇതിലേക്കൂടെ എന്തായാലും സോംബിയൊക്കെ വരും. അപ്പോൾ സോംബി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അടുത്തോട്ടൊന്നും പോവരുത്. അതുകൊണ്ടാണ്. കാരണം എന്തായാലും അങ്ങോട്ട് പോകത്തില്ല, അത് ഉറപ്പാണ്. പക്ഷെ എന്നാലും ഒരു സേഫ്റ്റിക്കാണ് പക്ഷേ ഞാനിങ്ങനെ ഫെൻസ് വെക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാൻ ഓർക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡയമണ്ട് കണ്ടുപിടിച്ചു. 2 പക്ഷേ എത്ര ഡയമണ്ട് ഞാൻ ഒരു സ്ഥലം ഉണ്ടെന്ന് ഞാൻ കണ്ടു ഈ സീഡിനകത്ത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഞാൻ ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയിട്ടില്ല ഇതുവരെ. അപ്പോൾ നിങ്ങളുടെ POVയിൽ പോവാം എന്ന് വിചാരിച്ച് ഞാൻ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചധികം സാധനങ്ങളായിട്ട് പോവാം, അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കും. കുറച്ച് സാധനങ്ങളായി പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ മറ്റേ ഡയമണ്ട്സ് അന്വേഷിച്ച് വന്നതാണ്. പക്ഷെ ഞാൻ എത്തിയത് നോക്കൂ, ഓ മൈ ഗോഡ്, ഒരു സ്പോണറിലോട്ടാണ്. ഓ മൈ ഗോഡ്, ഒരു സ്പോണറാണ് ഗൈസ് ഇപ്പം എൻ്റെ മുന്നിൽ. എപ്പോൾ വേണോലും ഞാൻ ചാവാം. ഓ ഗൈസ്, ഇപ്പം ചാവും ഞാൻ കേട്ടോ, മിക്കവാറും ഇപ്പം ചാകും. ഓക്കെ, മാക്സിമം. ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ചോട. ഓ ഗൈസ്, ഫൈനലി ഞാൻ സ്പോണർ കണ്ടുപിടിച്ചു. യെസ് ഫൈനലി ഐ ഫൗണ്ട് എ സ്പോണർ. യെസ്, അയ്യോ ചത്ത്. ഗൈസ് ഫൈനലി ഇതാണ്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. തിരിച്ച് ഞാൻ ചത്തെങ്കിലും കുഴപ്പമില്ല. ഓ നെയിം ടാഗ് ഗൈസ്, ബെസ്റ്റ് ഒരു സംഭവമാണ് നെയിം ടാഗ്. നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്, നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. ഓ കിടിലം, എനിക്ക് കിട്ടി ഗൈസ് നെയിം ടാഗ്. പൊളി. അങ്ങോട്ട് എന്താ അത് എനിക്കറിയത്തില്ല, നോക്കാം. ഓ മൈ ഗാഡ്, വേറെ വല്ലതും ഉണ്ടോ? ഓ ഗൈസ്, ഇവിടെ ഡയമണ്ട് കാണിച്ചിട്ടുണ്ട് ആ സീഡിനകത്ത്. എനിക്കറിയില്ലായിരുന്നു. ഓ പൊളി വിഷയം, ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. മൈ ഗാഡ്, അപ്പോഴും നമ്മൾ വിഷയമാണല്ലോ ഗൈസ്. നമ്മൾ പണ്ടേ വിഷയമാണ്, നിങ്ങൾക്ക് കണ്ടറിയാം. പണ്ട് നമ്മൾ വെറൈറ്റി ആൻഡ് കിഡിലമായിട്ടുള്ള പ്രോ ആണെന്നുള്ള സംഭവം നിങ്ങൾ പണ്ടത്തുള്ള വീഡിയോ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ മനസ്സിലാകും. നീ എവിടെ നിന്നാണ് വന്ന മരഭൂതമേ? നമുക്കിപ്പോൾ മൂന്ന് ഡയമണ്ട്സോളം കിട്ടി. ഓക്കെ, 3 ഡയമണ്ട്സ് കിട്ടി. ഇനി ബാക്കി ഡയമണ്ട്സ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ബ്രീഡർ ഫാം നമ്മളുണ്ടാക്കി, പിന്നെ നമ്മളൊരു സ്കെൽട്ടൺ ഫാമും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്നൊന്ന് പറയണം കേട്ടോ. നമ്മൾ ഡയമണ്ടിന് വേണ്ടി പോയതാണ്, പക്ഷേ നമുക്ക് സ്കെൽട്ടൺ ഫാം കിട്ടി, അത് വല്ലാത്തൊരു അതിശയമായി. ഓക്കെ, ബട്ട് ഇറ്റ്സ് വെരി ഗുഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നത്തുള്ള വീഡിയോകൾ നിങ്ങൾ കാണാതായി പോവും. അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സീ മൈ ഓൾ വീഡിയോസ്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, പിന്നെ നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സീ സോഫ്റ്റ് വെയിറ്റിംഗ്. ബൈ.